ഇതാണ് ഇത്ര വലിയ ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞത്. രോഗിയെ നോക്കാൻ നിൽക്കുന്ന ആള് കൊള്ളാം. അതല്ല, മമ്മിക്ക് വല്ലാത്ത ക്ഷീണമുണ്ട്, ആഹാരം ഒന്നും കഴിക്കുന്നില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ അങ്ങനെയൊക്കെയാ. ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു. 2 ദിവസം കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാന്നാ പറഞ്ഞത്. Hey, help us. Take this thing. Will you? Don't miss anything. ഡ്രൈവർ ഞാനിപ്പോ വരാം. മമ്മി, ഞാൻ ടാക്സി വെച്ചിട്ട് വരാം. മമ്മി എവിടെ ഓപ്പറേറ്റ് ചെയ്തത്? ഇവിടെ. Is it painful, mummy? Oh, I was unconscious. ബോധമില്ലാത്തപ്പോ ഒന്നും അറിയില്ലല്ലോ മോനെ. മമ്മി ബോധമില്ലാത്തപ്പോ ഡ്രീംസ് കാണോ? നോട്ട് എക്സാക്ട്ലി ഡ്രീംസ്. നിറങ്ങൾ ചുവപ്പ്, പച്ച, നീല, പിന്നെ ഒന്നും അറിയില്ല മോനെ. Hey, let mommy take rest. Come on. ശബ്ദം ഉണ്ടാക്കരുത്. ഓക്കെ ഓക്കെ ഓക്കെ. മതി മതി, നിനക്ക് താങ്ക് യു. മോനെ, ഇപ്പൊ തന്നെ ലേറ്റ് ആയില്ലേ? ഇവിടെ കിടന്നിട്ട് നാളെ പോയാ പോരെ? ഇല്ല മമ്മി, ഞാൻ രാവിലെ വരാം. ഇവിടെ കിടക്കാലോ ചാർലിക്ക്. ബെറ്റി, എന്നെ ചാർലിന്ന് വിളിക്കരുത്. പിന്നെ എന്താ വിളിക്കേണ്ടത്? എനിക്ക് ബെറ്റിയൊക്കെ പ്രായക്കൂടുതലല്ലേ? ശരി, ചാളിച്ചാന്ന് വിളിക്കാം. ദാറ്റ്സ് ഫൈൻ. മോനിതൂടെ കഴിക്കും. ഹലോ. ഹായ്. ചാളിച്ചം വന്നല്ലോ. മുഴുവനും പൊടി പിടിച്ചു. കുറച്ചു ദിവസം അടച്ചിട്ടിരുന്നല്ലേ. സഹായിക്കണോ? വേണ്ട, കഴിഞ്ഞു. മമ്മി എവിടെ? കിടക്കുന്നു. ഇപ്പൊ ചോദിച്ചേ ഉള്ളൂ ചാളിച്ചം വന്നില്ലെന്ന്. വരൂ. ഇതായിരുന്നു ചാളിയുടെ മുറി. കണ്ടിട്ടില്ലല്ലോ? തുറക്കാറേ ഇല്ല. എത്ര ദിവസമായി ഈ ജുബ്ബ ഇടാൻ തുടങ്ങിയിട്ട്? ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല. ഞങ്ങളൊക്കെ അല്പം വൃത്തിയായിട്ട് നടക്കണമെന്ന് ആഗ്രഹമുള്ള കൂട്ടത്തില. അഴിക്ക്.
ഞാൻ അലക്കി തരാം. വേണ്ട പറ്റി, സാരമില്ല. സാരമുണ്ട്. ഇതാ ഇതിട്ടുള്ളൂ. വേണ്ട പറ്റി. ആ അപ്പോ അത്രയ്ക്കേ ഉള്ളല്ലേ? മനസ്സിലായി. അങ്ങനെ ബൗൾ ചെയ്യാൻ അറിഞ്ഞോളാം. പിടിച്ചോ. Hey, who hit the ball inside? ചോദിച്ചു കേട്ടില്ലേ? Who hit the ball inside? അവരറിയാതെ അടിച്ചതാ. എന്തറിയാതെ? നിങ്ങൾക്ക് നാണമില്ല ഈ കൊച്ചു കുട്ടികളുടെ കൂടെ കളിക്കാൻ? We are not കൊച്ചുകുട്ടികൾ, we are big. David man, give the ball. Hey, Brito, you are going too much. I will tell your mummy. Go and tell ya. Bah. Hey, Brito, what's that? Nothing, Auntie. വഴക്കുണ്ടാക്കരുത്. വാ കളിക്കാം. Yes. അങ്കിളിനെ ബൗൾ ചെയ്താൽ മതി. Hurry up, ആ. hurry up. ദാ വരുന്നു. മമ്മി, ഞാൻ പോയിട്ട് വരാം. ഇനിയിപ്പോ രാത്രി ഫുഡ് കഴിച്ചിട്ട് പോയാ പോരെ മോനെ? ഇല്ല മമ്മി, ആഹാരം ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. പോയിട്ട് അത്യാവശ്യമുണ്ട്. 5:30 ബോട്ടുണ്ട്. ചാർലിക്കൂടെ ബോറടിച്ചു തുടങ്ങിയല്ലേ? അയ്യോ, എന്താ മമ്മി അങ്ങനെ പറഞ്ഞത്? ഞാൻ രാവിലെ വരാം. ഇറ്റ്സ് ലെഫ്റ്റ് യു. മമ്മി ഞാനിന്ന് ഷോപ്പ് വരെ പോയിട്ട് വരാം. സാധനം വല്ലതും വാങ്ങാനാണെങ്കിൽ ഞാൻ വാങ്ങിച്ചു തന്നിട്ട് പോവാം. വേണ്ട, ബോട്ട് 5:30 അത് സാരമില്ല, 5 മിനിറ്റ് മതി, ഞാൻ വാങ്ങിച്ചിട്ടില്ല. വേണ്ട ചാളിച്ച, എനിക്കൊന്ന് നടക്കുകയും ചെയ്യാം, അല്പം കാറ്റും കൊള്ളാം. ഞാൻ ഇതൊന്ന് മാറ്റിട്ട് ഇപ്പൊ വരാം. അപ്പൊ ശരി പറ്റി. ഞാനും ആ വഴിക്ക് തന്നെയാ. അവിടെയല്ലേ മാർക്കറ്റ്? വരൂ. ആ. ദാ ബോട്ട് പിടിച്ചിട്ടുണ്ടല്ലോ. ബെറ്റി എന്നതിന് പൊക്കോളൂ. ഏയ്, ഞാൻ ചാളിച്ചിനെ കയറ്റി വിട്ടിട്ടേ പോകുന്നുള്ളൂ. അത്രയും സമയം എനിക്കിവിടെ നിന്ന് കാറ്റ് കൊള്ളാമല്ലോ. വേണ്ട പറ്റി, നേരെ സന്ധ്യാറായി. അതിനെന്താ, ഇവിടെ എനിക്ക് പരിചയമുള്ള സ്ഥലമല്ലേ. ചാളിച്ചൻ ബോട്ടിൽ കയറിക്കോളൂ. ചെല്ല്. ബെറ്റി, ബെറ്റിയോട് ഒറ്റയ്ക്ക് നിൽക്കണ്ട. ബെറ്റി പോയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. മനസ്സിൽ പലതും മറച്ചുവെച്ച് പുറത്ത് സ്നേഹവും ആത്മാർത്ഥത അഭിനയിക്കുന്നവരോട് എനിക്ക് വെറുപ്പാണ്. ബെറ്റി, 15 പൈസ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതും ബോട്ടിൽ കയറി അക്കരെ പോകുന്നതും ഒന്ന് അറിഞ്ഞിരിക്കാവില്ലെന്ന് കരുതി വന്നതാ. പഠിച്ചിരിക്കേണ്ട ഞാനും മമ്മി ഞാനും ഉള്ള വീട്ടിൽ ഒരു ദിവസം 20 രൂപയും 30 രൂപയും ഭക്ഷണത്തിന് വേണ്ടി മാത്രം ചെലവാകുന്നുണ്ട്. അത് കൂടുതലാണെങ്കിൽ കുറയ്ക്കണ്ടേ? എന്തിനു ചാളിച്ച എന്നോടും മമ്മിയോട് ഇത് കാണിക്കുന്നത്? ഇതിനു വേണ്ടിയാണോ എന്നെ കൊണ്ട് ചാളിച്ചാന്ന് വിളിപ്പിച്ചത്?
ഇതിനു വേണ്ടിയാണോ മമ്മിയുടെ കൈ പിടിച്ച് പറഞ്ഞത് മരിച്ചുപോയ മകൻ ചാളിയാണെന്ന്? വിഷമമുണ്ട് ചാളിച്ച, വലിയ വിഷമമുണ്ട്. ബെറ്റി, വേണ്ട, ഞാൻ പോയിക്കൊള്ളാം. ബെറ്റി, ബെറ്റി, എന്നെ മനസ്സിലാക്കണം ബെറ്റി. ഇരുട്ടിനുമുണ്ട് ഒരു നീല വെളിച്ചം. സ്നേഹിക്കാൻ കഴിയുള്ളവർക്കേ അത് കാണാൻ പറ്റൂ. ബെറ്റിക്കറിയോ, ഒന്ന് പുലരാൻ കാത്തിരിക്കുകയാണ് ഞാൻ. അവിടെ വരാൻ, ബെറ്റിയെയും മമ്മിയെ ഒന്ന് കാണാൻ. പിന്നെ അതെങ്ങനെ പറയണം? പറയാമോ? അത് ശരിയാണോ? എനിക്കറിയില്ല ബെറ്റി. ഒരുപക്ഷെ എന്റെ കോംപ്ലക്സ് ആയിരിക്കാം. സത്യം അതാണ് മോളെ. ചാളിച്ച, താങ്ക് യു. മമ്മി, നമുക്കിതുപോലെ ഒരു തട്ട് തുടങ്ങിയാലെന്താ? കപ്പലിലിരിക്കാനല്ല, ടൗണിലൊക്കെ ദോശ വെക്കുന്ന തട്ട് കണ്ടിട്ടില്ലേ? അതുപോലൊരു തട്ട് ഒന്ന് ട്രൈ ചെയ്താലോ? ഓക്കെ. ഇത് ബെറ്റിയുടെ കല്യാണത്തിന്. ഇത് ചാളിച്ചന്റെ കല്യാണത്തിന്. അയ്യോ അല്ലല്ല, ഞാന് ഒരാൾക്ക് കുറച്ച് രൂപ കൊടുക്കാനുണ്ട്. ആർക്കാ ചാളിച്ച? ഒരു വലിയ മനുഷ്യന്. ഇപ്പൊ ഇത്ര അറിഞ്ഞാ മതി.
ചാർലി, എന്താ മമ്മി? ബെറ്റിക്ക് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ആണോ? ആരാ മമ്മി പയ്യൻ? എനിക്കറിഞ്ഞൂടാ, ഒരു ബ്രോക്കർ കൊണ്ടുവന്നതാ. നല്ല ബന്ധമാണെന്നാണ് അയാൾ പറഞ്ഞത്. നമുക്ക് ആലോചിക്കാം മമ്മി. അതല്ല മോനെ, നാളെ അയാൾ കാണാൻ വരാന്ന് പറഞ്ഞിരിക്കുക. എന്ത് ചെയ്താ ബെറ്റി സമ്മതിക്കില്ല? അതെന്താ? എനിക്കറിഞ്ഞൂടാ. ചില സമയത്ത് അവൾ ഇങ്ങനെയാ. ഞാൻ ഈ കാര്യം പറഞ്ഞതുകൊണ്ട് അവൾ പിണങ്ങിയിരിക്കുക. മോനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ആ കാര്യം മാത്രം ചാളിച്ചൻ എന്നോട് പറയരുത്. എന്താ പറഞ്ഞാല് തെറ്റുമല്ലോ ആണോ പറയുന്നത്? ഞാൻ കല്യാണം കഴിച്ചു പോയാൽ മമ്മി ഒറ്റയ്ക്കാവില്ലേ? ആ, മമ്മിക്ക് ഞാനില്ലേ? എന്റെ പെങ്ങളെ കല്യാണം കഴിച്ച് അയക്കാന്ന് പറയുന്നത് ഒരു സുഖമുള്ള ഉത്തരവാദിത്തമാണ് എനിക്ക്. എന്റെ ആഗ്രഹത്തെ പറ്റി ഒഴിഞ്ഞു മാറരുത്. വേണ്ട ചാളിച്ച. എനിക്ക് പറയാനല്ലേ പറ്റൂ, അവകാശപ്പെടാൻ പറ്റൂലല്ലോ. ദേ ചാളിച്ച, വേണ്ട. എന്താ വേണ്ടാത്തത്? ഒരുപാട് പേരുടെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങി നിന്നതാ ഞാൻ. വരുന്നു, പ്രതിമ പോലെ നിന്നു കൊടുക്കുന്നു, കാണുന്നു, പോകുന്നു. ഇനി ഒരിക്കൽ കൂടി എനിക്ക് വയ്യ. ഇതങ്ങനെ ആവില്ലേ മോളെ. ബെറ്റി, എനിക്ക് വേണ്ടി നല്ല ആലോചനയാ. Hi. Meet Mr. Charlie, Betty's brother. And he is... ഹലോ, ഐ എം ഗിൽബർട്ട്. അകത്തേക്ക് ഇരിക്കാം. ചാളിച്ച, മമ്മി വിളിക്കുന്നു. ഈ ചാർലി നമ്മുടെ ആരാ? ചാർലി is... Oh, sorry. ചാർലിയാണ് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അവനെന്റെ മകനെ പോലെയാ. That's right. ഇന്നെങ്കി ഇന്ന് ഉടനെ നടത്തണമെന്നാണ് ചാർലിയുടെ അഭിപ്രായം. എന്റെ അഭിപ്രായം അത് തന്നെ. നീട്ടിവെക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ആ, നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. ചാർലി, ബെർണാഡ്, ഞങ്ങൾ തമ്മിൽ നേരത്തെ അറിയും. ആഹാ. എന്നെ ഓർക്കുന്നില്ലേ? ഓ, നമുക്കിറങ്ങാം. അഭിപ്രായമൊന്നും പറഞ്ഞില്ല. അത് ഞാനിങ്ങോട്ട് അറിയിച്ചോളാം. ഗിൽബർട്ട്, യെസ് ഡാഡി. നാളെ എന്റെ വർഷാപ്പിലേക്ക് ആളെ അയച്ചാൽ മതി. ചാർലി വരും. എന്റെ വർഷാപ്പ് അറിയാലേ? അറിയാം. അവന് പെണ്ണിനെ പിടിക്കാഞ്ഞിട്ടൊന്നുമല്ല. സത്യം എനിക്ക് തുറന്നു പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അവനെന്റെ മോനായി പോയില്ലേ. താൻ പറയണതൊക്കെ ശരിയായിരിക്കാം. പണ്ട് ജീവിക്കാൻ വേണ്ടിയോ തമാശയ്ക്ക് വേണ്ടിയോ ഒക്കെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇനി എനിക്ക് എന്റെ മോനോട് മാറ്റി പറയാനൊക്കോ? ഞാൻ മകന്റെ അടുത്ത് സംസാരിക്കാം. അത് ശരിയാവില്ല ചാർലി. ഞാൻ കാരണം ഈ കല്യാണം നടക്കാതെ പോകരുത് എന്ന് പറഞ്ഞാൽ ഒക്കുവോ? ഉള്ള സ്നേഹം കളയണ്ട. ഇതങ്ങ് വിടുന്നതാ ഭംഗി. താൻ ഈ വിവരം ആ തലയോട് പറഞ്ഞേക്ക്. ഞാനിത് എങ്ങനെ മമ്മിയോട് പറയും പറ്റി? പണ്ട് ജീവിക്കാൻ പറ്റുന്ന നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്തു പോയ തെറ്റുകൾക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടുമെന്ന് വിചാരിച്ചതേ അല്ല. ഞാനിത് ബെറ്റിയോടും മമ്മിയോടും മനഃപൂർവ്വം ഒളിച്ചു വെച്ചതല്ല.
ഞാൻ എന്നേ മറന്ന കാര്യങ്ങൾ അതൊക്കെ. ബെറ്റി, ഞാൻ ഇവിടുന്ന് മാറി താമസിക്കാൻ പോവാ. ഞാൻ കാരണം ബെറ്റിക്കും മമ്മിക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. എന്റെ കഴിഞ്ഞ കാലം അറിയാവുന്ന പലരും ഇനി ഇവിടെ വന്നെന്നിരിക്കും. അതുകൊണ്ടാ ഞാൻ ചെയ്ത തെറ്റുകളുടെ ശിക്ഷ ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ച് തീർത്താൽ മതിയല്ലോ. അതിലും വലിയ ശിക്ഷയാണ് ചാളിച്ചൻ ഞങ്ങൾക്ക് തരുന്നത്. ഇവിടുന്ന് ഒഴിഞ്ഞു മാറുക അല്ലേ? പറ്റുമോ ചാളിച്ചന്? എന്താ മിണ്ടാത്തത്? ബെറ്റി, നിനക്കൊരു കല്യാണം വേണ്ട, ഒന്നും വേണ്ട. ചാളിച്ചൻ ഞങ്ങളെ വിട്ട് പോകരുത്. പോകരുത് ചാളിച്ചൻ പോകരുത്. ആ എന്താ ചാർലി, ക്ലോസ് ചെയ്യാറായില്ലേ? പറ്റി? ഇന്ന് കുറച്ചു നേരം കൂടി ഇരിക്കാന്ന് വിചാരിച്ചു. നാളെ തട്ടില്ലല്ലോ. അതെന്താ? നാളെ ബെറ്റിയുടെ ബർത്ത്ഡേയാ. ബെറ്റി, നീ എന്ത് ചെയ്യാ? ഞാൻ ചാളിച്ചനെ നോക്കിയിരിക്കുന്നു. നിന്റെ പിറന്നാളിന് ഞാൻ വല്ലാതെ മതിമറന്നുപോയി. എന്റെ കാഴ്ച നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കണ്ടു മതിയായില്ല മോളെ, നിന്നെ കണ്ടു മതിയായില്ല. ബെറ്റി, നിനക്ക് ഓർമ്മയുണ്ടല്ലോ, നവംബർ 27 ആ കത്തും രൂപയും നീ തന്നെ ഗുരുജയെ ഏൽപ്പിക്കണം. ആ വലിയ മനുഷ്യനോട് എനിക്ക് വേണ്ടി നീ നന്ദി പറയണം. എന്താ ചാളിച്ച ഇങ്ങനൊക്കെ പറയുന്നത്? നമ്മൾ ഒരുമിച്ചല്ലേ പോകൂ? ഒരുമിച്ചേ പോകാവൂ. പക്ഷേ എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടാവില്ല എന്ന് എന്റെ മനസ്സ് പറയും. പറ്റി അങ്ങനെ പറയരുത് ചാച്ച, അങ്ങനെ പറയരുത്. ചാളിച്ചൊന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല ചാളിച്ചൻ. കരയരുത് പറ്റി. നിന്നെയും മമ്മയും വിട്ട് ഞാനിവിടെ പോയാലും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. I am always with you. 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 Always.
ഗുരുജി, മേഘങ്ങൾക്കപ്പുറത്തിരുന്ന് ഞാനെല്ലാം നോക്കിക്കാണുകയാണ്. കഴിഞ്ഞ ഒരു കൊല്ലത്തെ എന്റെ നേട്ടം എന്താണെന്ന് ഗുരുജിക്ക് അറിയണ്ടേ? എന്റെ മമ്മിയും എന്റെ ബെറ്റിയും ഞങ്ങളുടെ കൊച്ചു വീടും. മരണം അടുത്തെത്തിയെന്ന് പറഞ്ഞപ്പോഴും എനിക്കൊരു ദുഃഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ബെറ്റിയെ കെട്ടിച്ചയക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്ന ദുഃഖം. കർത്താവിനോട് എനിക്ക് ആ ഒരു പരാതി മാത്രമേ ഉള്ളൂ. ഗുരുജി, ഒരു വാക്ക്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന മമ്മിയും പരിശുദ്ധയായ എന്റെ പെങ്ങളും ആ കൊച്ചു വീട്ടിലെ കൂരിരുട്ടിലാണ്. അവിടെ ഒരു തിരി കൊളുത്തണം. സ്നേഹത്തിന്റെ ഒരു മെഴുകുതിരി അവിടെ കത്തിക്കണം. നമ്മുടെ ഉണ്ണിക്ക് മാത്രമേ അതിന് കഴിയൂ. എനിക്ക് വേണ്ടി ഗുരുജി അവനോട് പറയണം. ഗോപുവിനോട് പറയണം എനിക്ക് അവനോട് ഒരു പിണക്കവുമില്ലെന്ന്. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഒറ്റപ്പെട്ടു പോയ നിങ്ങളുടെ ചാർലി.